താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്തു നിന്ന് വെള്ളം വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തുൾപ്പെടെയുള്ള പല ഭാഗത്തേക്കും വെള്ളം എത്തി. ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോർ തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു. ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ, റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത്. ടെക്കി സഞ്ജുവിനും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർക്കും 3-4 ശിക്ഷാ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. അതിലൊന്ന്, ഒരാഴ്ചക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആതുര സേവനം ചെയ്യണം. പ്രത്യേകിച്ച് ഓർത്തോ വാർഡിൽ, അപകടമുണ്ടായി വരുന്ന ഓർത്തോ വാർഡിലാണ് സേവനം നടത്തേണ്ടത്. ഒപ്പം തന്നെ ഒരാഴ്ചക്കാലം മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം. യൂട്യൂബിൽ ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഒരുപക്ഷെ പണം നേടിക്കൊടുക്കാം. പക്ഷേ ആളുകൾക്ക് വലിയ അപകട പ്രവണത, പ്രത്യേകിച്ച് ഈ യൂട്യൂബർമാർ ഇത്തരത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാറൊക്കെ ഉപയോഗിച്ച്, വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. വാഹനത്തിന്റെ പെർമിറ്റ്, RC ബുക്ക് റദ്ദാക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസും 1 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും.